മലയാളം ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ ദിയയ്ക്ക് അമ്മൂമ്മ ഏത് കഥയാണ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നേ? സിംഹത്തെ തോൽപ്പിച്ച മുയൽ അല്ലേ? എന്തുകൊണ്ടാണ് സിംഹത്തിനെ മുയലിനെ തോൽപ്പിക്കാൻ സാധിച്ചത്? മുയലിൻ്റെ ബുദ്ധിശക്തി കാരണം അല്ലേ? അപ്പം മാം കുറച്ച് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കഴിഞ്ഞ ക്ലാസ്സിലെ? അതിശക്തിമാനായ ഒരു സിംഹത്തെ മുയൽ തോൽപ്പിച്ച കഥ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? അത് മാം ഒന്നും കൂടി എടുക്കാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു കാട്ടിൽ അതിശക്തനായ ഒരു സിംഹം ഉണ്ടായിരുന്നു. അവൻ ദിവസേന മൃഗങ്ങളെ കൊന്നു തിന്നുമായിരുന്നു. ഒരു ദിവസം ആ കാട്ടിലെ മാൻ, കുറുക്കൻ, പുലി, മുയൽ മുതലായ മൃഗങ്ങളെല്ലാം ഒത്തുകൂടി. എന്താ പറയണേ? ഒരു കാട്ടിലെ അതിശക്തനായൊരു സിംഹം ഉണ്ടായിരുന്നു. അതിശക്തൻ എന്ന് പറഞ്ഞാൽ എന്താ? വളരെയധികം ശക്തി എന്നർത്ഥം അല്ലേ? ആ സിംഹം എന്ത് ചെയ്തു എന്നറിയോ? ദിവസേന ആ കാട്ടിലെ ഓരോരോ മൃഗങ്ങളെയായിട്ട് ഇങ്ങനെ കൊന്നു തിന്നു. അപ്പോൾ കാട്ടിലെ മറ്റു മൃഗങ്ങൾക്കൊക്കെ എന്താ? വളരെയധികം പേടിയായി. ആരൊക്കെ കാട്ടിലെ മറ്റു മൃഗങ്ങൾ? മാൻ, കുറുക്കൻ, കരടി, മുയൽ, പുലി അല്ലേ? അപ്പോൾ ഈ മൃഗങ്ങളൊക്കെ പേടിച്ച് എല്ലാവരും ഒത്തുകൂടി സിംഹത്തെ ചെന്ന് കണ്ട് പറഞ്ഞു, പ്രഭോ, അങ്ങേക്ക് ഒരു ദിവസത്തേക്ക് ഒരു മൃഗത്തെ കിട്ടിയാൽ മതിയല്ലോ. ഇന്നു മുതൽ ദിവസേന ഓരോ മൃഗം ഇങ്ങോട്ട് വന്നുകൊള്ളാം. അവരെല്ലാ മൃഗങ്ങളും കൂടി സിംഹത്തിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, പ്രഭോ, അങ്ങേക്ക് ദിവസേന വിശപ്പടക്കാൻ ഒരു മൃഗത്തെ കിട്ടിയാൽ മതിയല്ലോ. പിന്നെ എന്തിനാ അങ്ങ് അനാവശ്യമായിട്ട് മറ്റു മൃഗങ്ങളെ കൊന്നു തിന്നുന്നത്? അങ്ങനും ഇര തേടി ഒന്നും വിഷമിക്കേണ്ട. അങ്ങേക്കുള്ള ഭക്ഷണം ഓരോ ദിവസം ഞങ്ങൾ അവിടെ അങ്ങേക്ക് ഭക്ഷണമായിട്ട് വന്നുകൊള്ളാം എന്ന് മൃഗങ്ങളെല്ലാവരും കൂടി ഈ സിംഹത്തിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു. അങ്ങ് ഇര തേടി ബുദ്ധിമുട്ടണ്ട. സിംഹം സമ്മതിച്ചു. എല്ലാ മൃഗങ്ങളും കൂടി സിംഹത്തിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ സിംഹത്തിന് സന്തോഷമായി. എന്താ കാരണം? സിംഹത്തിന് ഇര തേടി ബുദ്ധിമുട്ടി നടക്കുകയും വേണ്ട, ഓടണ്ട, ഒന്നും ചെയ്യണ്ട, മിണ്ടാതിരുന്നാൽ മതി അല്ലേ? മൃഗങ്ങളെല്ലാം അടുത്ത് ഇങ്ങനെ വരും, സിംഹത്തിന് സുഖമായി തിന്നാം. സിംഹത്തിന് ഇത് കേട്ട് വളരെയധികം സന്തോഷമായി. സിംഹം സമ്മതിച്ചു. ശരി, അങ്ങനെ ആവാം. സിംഹം സമ്മതിച്ചു. മൃഗങ്ങൾ വന്നില്ലെങ്കിൽ എല്ലാത്തിനെയും കൊല്ലുമെന്ന് സിംഹം ഭീഷണിപ്പെടുത്തി. കാര്യമൊക്കെ ശരി തന്നെ, പക്ഷേ നിങ്ങളാരെങ്കിലും വാക്ക് തെറ്റിച്ച് വന്നിട്ടില്ല എങ്കിൽ ഞാൻ നിങ്ങളെ എല്ലാ മൃഗങ്ങളെയും ഒരെണ്ണത്തിനെ മാത്രമല്ല എല്ലാ മൃഗങ്ങളെയും ഞാൻ കൊന്നു തിന്നും എന്ന് സിംഹം മൃഗങ്ങളെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ എന്താ? ഭയപ്പെടുത്തി. ദിവസവും ഓരോ മൃഗം സിംഹത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരുന്നു. പാവല്ലേ മൃഗങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല. സിംഹലങ്ങ എല്ലാ മൃഗങ്ങളെയും കൊന്നു തിന്നില്ലേ? പേടിച്ച് സിംഹത്തിൻ്റെ അടുത്ത് മൃഗങ്ങൾ ഓരോ ദിവസം ഓരോന്നായി ഭക്ഷണത്തിനായിട്ട് ഒരു സിംഹത്തിൻ്റെ അടുത്ത് പോയി. മുയലിന് പോകാൻ തീരെ മനസ്സുണ്ടായിരുന്നില്ല. അപ്പോൾ കാട്ടിൽ മുയലുകൾ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ? അതിൽ മുയലിന് പോകാൻ തീരെ മനസ്സുണ്ടായിരുന്നില്ല. പേടിയായിരുന്നു മുയലിന്. അവൻ എങ്ങനെ രക്ഷപ്പെടാമെന്നും എങ്ങനെ സിംഹത്തെ കൊല്ലാമെന്നും ചിന്തിച്ചു തുടങ്ങി. എല്ലാവരും പോവല്ലേ? അപ്പോൾ മുയലിനാകെ പേടിയായി. എങ്ങനെ വെച്ചാൽ എൻ്റെ ഊഴം വന്നു കഴിഞ്ഞാൽ എനിക്ക് പോകണ്ടേ? മുയലിന് എപ്പോഴും ഈ ചിന്തയായി, എങ്ങനെ സിംഹത്തിൽ നിന്ന് രക്ഷപ്പെടണം, എങ്ങനെ എനിക്ക് സിംഹത്തിനെ തോൽപ്പിക്കണം, ഈ ഒരു ചിന്ത മാത്രമായി മുയലിന്. മുയൽ അങ്ങനെ ചിന്തിച്ച് നടന്ന് ഒരു പൊട്ടക്കിണറിനടുത്തെത്തി. അങ്ങനെ സിംഹം ഒരു ദിവസം മുയൽ അതിങ്ങനെ ആലോചിച്ചിരുന്നു. ഇത് തന്നെയാണ് ആലോചിച്ച് ഇങ്ങനെ നടന്നിട്ട് ഒരു ദിവസം മുയൽ എവിടെ എത്തി? ഒരു പൊട്ടക്കിണറിനടുത്തെത്തി. അതിലേക്ക് നോക്കിയപ്പോൾ മറ്റൊരു മുയലിനെ കണ്ടു. വീണ്ടും നോക്കിയപ്പോൾ അത് തൻ്റെ തന്നെ പ്രതിരൂപമാണെന്ന് മനസ്സിലായി. അപ്പോൾ മുയലിന് ഒരു ബുദ്ധി തോന്നി. അങ്ങനെ മുയൽ ഇങ്ങനെ ആലോചിച്ച് എങ്ങനെ രക്ഷപ്പെടുക ഈ സിംഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ആലോചിച്ച് നടക്കണ സമയത്ത് ഒരു പൊട്ടക്കിണറിൻ്റെ അടുത്തെത്തി. അപ്പോൾ അങ്ങനെ മുയൽ എന്ത് ചെയ്തു എന്നറിയോ? ഈ പൊട്ടക്കിണറിനുള്ളിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ വേറൊരു മുയലോ എന്നിങ്ങനെ സൂക്ഷിച്ച് നോക്കിയെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ നോക്കിയപ്പോൾ മുയൽ ഒന്നും കൂടി സൂക്ഷിച്ച് നോക്കിയപ്പോൾ എന്താ കണ്ടേ? മുയലിൻ്റെ തന്നെ പ്രതിബിംബം കണ്ടത്. നമ്മൾ വെള്ളത്തിൽ നോക്കുമ്പോൾ നമ്മുടെ മുഖം തന്നെ വെള്ളത്തിൽ കാണില്ലേ? അതുപോലെ മുയലിൻ്റെ മുഖം തന്നെയാണ് മുയൽ കണ്ടത്. അപ്പോൾ ഈ കഥയുടെ ബാക്കി ഭാഗം മാം അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ നോട്ട്സ് എല്ലാവരും ശ്രദ്ധിച്ച് എഴുതിയെടുക്കണം. യൂട്യൂബ് വീഡിയോ മറക്കാതെ കാണണം. ടെസ്റ്റ് പേപ്പറും എഴുതാൻ ശ്രദ്ധിക്കണം. ഓക്കെ, നന്ദി, നമസ്കാരം.